ഇതാട്ടോ നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് PSC വ്ലോഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലാക്ടോകലാമിൻ ലോഷനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ. ഡ്രൈ സ്കിന്നുകാർക്കും ഓയിലി സ്കിന്നുകാർക്കും വേറെ വേറെയാണ് ബോട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഓയിലി സ്കിന്നുകാർക്ക് പറ്റുന്നതാണ് ഈ ഒരു ബോട്ടിൽ വയലറ്റ് കളറിലുള്ളത്. പിന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് ഒരു ഗ്രീൻ കളറിൽ ബോട്ടിലാണ് വരുന്നത്. ഇത് എപ്പോഴാണ് കൂടുതലായിട്ട് യൂസ്ഫുൾ ആകുന്നതെന്ന് അറിയോ? നമുക്കിപ്പോ മേക്കപ്പ് ഒക്കെ ചെയ്യേണ്ട ഒക്കേഷൻസ് ഒക്കെ വരുമല്ലോ. എന്നാൽ ഒട്ടുമിക്കവർക്കും മേക്കപ്പ് ചെയ്യാനൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാര് നമ്മുടെ ഈ ഒരു ലാക്ടോകലാമിൻ ലോഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഫൗണ്ടേഷൻ ഉപയോഗിക്കാതെ തന്നെ ഫൗണ്ടേഷൻ ഉപയോഗിച്ച് ഒരു ലുക്ക് കിട്ടും. പിന്നെ ഓയിലി സ്കിന്നുകാരുടെ കാര്യം പറയുവാണെങ്കിൽ ഇതിൽ കയോലിൻ എന്ന് പറഞ്ഞൊരു ക്ലേ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ക്ലേ എന്തിനാ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സസ് ആയിട്ടുള്ള ഓയിലിനെയൊക്കെ കുറച്ചു കൊണ്ടുവന്നിട്ട് പിമ്പിൾസും പാച്ചസും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നീക്കാൻ വേണ്ടി ഈ ക്ലേക്ക് കഴിവുണ്ട്. അപ്പൊ അതാണ് ഒന്നാമത്തെ യൂസ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്ലിസറിൻ ആണ്. അപ്പൊ ഇതിലടങ്ങിയിരിക്കുന്ന ഗ്ലിസറിൻ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഡ്രൈനെസ് ഉണ്ടാകുമല്ലോ, ആ ഡ്രൈനെസിനെയും ചുളിവുകളെയൊക്കെ മാറ്റിയിട്ട് നല്ലൊരു ക്ലീൻ ലുക്ക് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സിങ്ക് ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആന്റിജൻ പ്രോപ്പർട്ടീസും ഉണ്ട്. അപ്പൊ ഈ ക്ലോഗ് ആയിട്ടുള്ള പോഴ്സ് ഒക്കെ ഉണ്ടാകുമല്ലോ, അതിനെയൊക്കെ നല്ല രീതിയിൽ തന്നെ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ പാരബൻ ഫ്രീയും കൂടിയാണ് കേട്ടോ. ഞാനിപ്പോ ഒന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും പുറത്തേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്യാന്ന് കരുതി. അപ്പൊ ഞാൻ ഈ ലാക്ടോകലാമിൻ ലോഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് മെയിൻ ആയിട്ടും ടച്ചപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ടച്ചപ്പ് ചെയ്യുന്നതെന്നും ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഫസ്റ്റ് തന്നെ ഞാൻ എന്റെ മുഖം നല്ല രീതിയിൽ തന്നെ തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. അപ്പൊ ഞാൻ കുളിച്ചപ്പോൾ നല്ല രീതിയിൽ തന്നെ മുഖമൊക്കെ കഴുകിയതാണ്. ജസ്റ്റ് വെറുതെ വെള്ളം ഒഴിച്ച് കഴുകിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഒരു ടോണർ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാനിവിടെ ഹിമാലയയുടെ ടോണർ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ടോണർ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ടോണർ യൂസ് ചെയ്തതിനു ശേഷം നമുക്ക് 1 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം ഇതൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊരു 30 ml ബോട്ടിലാട്ടോ. വലിയ ബോട്ടിലും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം ചെറിയ ബോട്ടിൽ വാങ്ങിച്ചിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം വലിയ ബോട്ടിലൊക്കെ വാങ്ങിച്ച് കണ്ടിന്യൂ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ലാക്ടോകലാമിന്റെ ലോഷൻ എടുക്കാം. എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ലിക്വിഡ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആണ്. കുറച്ചെടുക്കാതെ. കളർ വരുന്നത് ഒരു ലൈറ്റ് പിങ്ക് പോലത്തെ കളറാണ്. ഒരു ഫൗണ്ടേഷന്റെ ഒക്കെ ഒരു കളർ ഉണ്ടല്ലോ, ആ ഒരു കളറാട്ടോ വരുന്നത്. ജസ്റ്റ് ഫേസിൽ ഡോട്ട് ആയിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ഫ്രാഗ്രൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ലാക്ടോകലാമിന്റെ ലോഷൻ നല്ലതുപോലെ തന്നെ അബ്സോർബ് ആയിട്ടുണ്ട്. നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു ഒട്ടുന്ന ഒരു ഫീൽ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഏതാണോ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ അത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഐബ്രോ എന്ന് ചീവി സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഐബ്രോ ഇല്ലാത്തവരാണെങ്കിൽ ഈ സമയത്ത് ഒന്ന് ഫില്ല് ചെയ്തും കൂടി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫേസിൽ ഏതെങ്കിലും ഒരു ലൂസ് പൗഡറോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കോമ്പാക്ട് പൗഡറോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അധികം എടുക്കണ്ട കേട്ടോ, വളരെ കുറച്ചെടുത്താൽ മതി. അപ്പൊ ലാക്ടോകലാമിൻ ലോഷൻ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ഫൈനലായിട്ട് കിട്ടിയ ലുക്ക് ഇതാണ്. അതായത് നമ്മൾ മേക്കപ്പ് ചെയ്യാതെ തന്നെ മേക്കപ്പ് ചെയ്തു എന്ന് പറഞ്ഞൊരു ഗ്ലോ നമ്മുടെ ഫേസിൽ വരുന്നുണ്ട്. അപ്പൊ കംപ്ലീറ്റ് ഫൈനൽ ലുക്ക് എന്താന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ പിന്നെയുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഐലൈനർ എഴുതുന്നതും പിന്നെ നമ്മുടെ ലിപ് ബാമും ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നതും മാത്രമാണ്. അപ്പൊ അത് വീണ്ടും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അപ്പൊ ഇതാട്ടോ നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ ലാക്ടോകലാമിൻ ലോഷന്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം. ഡിയേഴ്സ് ബൈ, ടേക്ക് കെയർ ഓൾ.